ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ മറ്റു ഡിവൈസുകളിൽ നിന്നുള്ള സ്റ്റോറേജിൽ നിന്ന് ഡിലീറ്റായ ഫോട്ടോകളോ വീഡിയോകളോ ഓഡിയോകളോ തുടങ്ങിയ എല്ലാ ഫയലുകളും നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായി ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് തികച്ചും ഫ്രീ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഡിലീറ്റ് ആയ എല്ലാ ഫയലുകളും നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. 100% ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ടെനോർ ഷെയറിൻ്റെ 4D ഡിജിറ്റ് ഡാറ്റ റിക്കവറി എന്ന സോഫ്റ്റ്വെയർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകളൊക്കെ ഇതിലിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ആയ ഫയലുകൾ റിക്കവർ ചെയ്യാം. റീസൈക്കിൾ ബിന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതും സ്വിഫ്റ്റ് ഡിലീറ്റ് ചെയ്തതുമായിട്ടുള്ള ഫയലുകൾ റിക്കവർ ചെയ്യാം. ഫോർമാറ്റ് ചെയ്തപ്പോൾ ഡിലീറ്റ് ആയ ഫയൽസും റിക്കവർ ചെയ്യാം. കൂടാതെ റാവുന്ന ഡിലീറ്റ് ആയ ഫയൽസും റിക്കവർ ചെയ്യാം. കമ്പ്യൂട്ടർ ക്രാഷ് ആയത് മൂലം ഡിലീറ്റ് ആയ ഫയൽസും റിക്കവർ ചെയ്യാം. ഡ്രൈവ് പാർട്ടീഷൻ ചെയ്തപ്പോൾ ഡിലീറ്റ് ആയ ഫയൽസും റിക്കവർ ചെയ്യാം. ഇങ്ങനെ ഇത് ഉപയോഗിച്ച് ഡിലീറ്റ് ആയ എല്ലാ ഫയലുകളും റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ 2000-ൽ കൂടുതൽ വ്യത്യസ്ത ഡിവൈസുകളിൽ നിന്ന് റിക്കവർ ചെയ്യാനാവുമെന്നും ഏതൊക്കെ ഡിവൈസുകൾ സപ്പോർട്ട് ചെയ്യുമെന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതിൽ താഴെ കാണുന്ന ഫ്രീ ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇത് ഡൗൺലോഡ് ആയിട്ട് ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരും. അതിലൊരു ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണും. അതിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഇതിൽ താഴെ ഐ റീഡ് ആൻഡ് അഗ്രി എന്ന ബോക്സ് ഉണ്ട്. ആ ബോക്സ് ടിക്ക് ചെയ്തിടുക. തുടർന്ന് ഇതിൽ സൈഡിൽ ഇൻസ്റ്റാൾ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ താഴെ ഇൻസ്റ്റാൾ പാത്ത് എന്നതിൽ ഈ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി വരുന്നതാണ്. ശേഷം ഈ ഒരു സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ആദ്യം കാണുന്നത് ഹാർഡ് ഡ്രൈവ് എന്ന സെക്ഷനിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു കമ്പ്യൂട്ടറിലെ ഡ്രൈവുകളാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ താഴെ SD കാർഡ് എന്ന് കാണാം. കൂടാതെ ക്രാഷ്ഡ് PC, എൻഹാൻസ്ഡ് വീഡിയോ റിക്കവറി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ SD കാർഡിൽ നിന്ന്, അതായത് മെമ്മറി കാർഡിൽ നിന്ന് ഡിലീറ്റ് ആയ ഫയലുകൾ എങ്ങനെ റിക്കവറി ചെയ്യാമെന്ന് നോക്കാം. അത് USB സ്റ്റോറേജ് ആയാലും പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ആയാലും മറ്റു എക്സ്റ്റേണൽ ഡിവൈസുകളായാലും എല്ലാം തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് ഡിലീറ്റ് ആയ ഫയലുകളെല്ലാം റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കുന്നത്. ഞാനിവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു SD കാർഡ്, അതായത് മെമ്മറി കാർഡ് കണക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതിലെ ഫയലുകളെല്ലാം ഞാനിവിടെ ഫോർമാറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞാനത് ഫോർമാറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് SD കാർഡിൽ നിന്നും അഥവാ മെമ്മറി കാർഡിൽ നിന്നും ഡിലീറ്റ് ആയ ഫയലുകൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ SD കാർഡ് മെമ്മറി കാർഡ് ഇവിടെ കണക്റ്റഡ് ആണ്. ഇനി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് SD കാർഡ് എന്ന സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറ്റത്തായിട്ട് സ്കാൻ എന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതുപോലെ പോപ്പ് ആയിട്ട് വരും. ഇതിൽ ഡിലീറ്റ് ആയ ഏതൊക്കെ ഫയലുകളാണ് നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കേണ്ടത് അതൊക്കെ ഇവിടെ കാണാം. അതായത് ഫോട്ടോ, വീഡിയോ, ഡോക്യുമെന്റ്, ഓഡിയോ തുടങ്ങിയവ ഇവിടെ കാണാം. അതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഫോട്ടോ, വീഡിയോ, ഓഡിയോ എന്ന ഫയലുകൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ താഴെ കാണുന്ന സ്കാൻ സെലക്ടഡ് ഫയൽ ടൈപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം അഡ്വാൻസ്ഡ് സ്കാനിങ് എന്ന ഒരു പ്രോസസ്സിംഗ് ഇവിടെ നടക്കുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം സ്കാനിങ് നടക്കുന്നതിനിടയിൽ നമ്മൾ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സെലക്ട് ചെയ്ത ഫയലുകൾ ഇവിടെ കാറ്റഗറി ആയിട്ട് വരും. ഈ ഒരു സ്കാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ഇടത് സൈഡിൽ സെലക്ട് ചെയ്താൽ ഫയൽ എക്സ്റ്റൻഷനുകളുടെ മറ്റൊരു കാറ്റഗറിയും കൂടി കാണാം. അവിടെ ഓൾ ഫയൽസ് എന്ന ഓപ്ഷനിൽ ഫോട്ടോ, വീഡിയോ, ഓഡിയോ എന്ന ഓപ്ഷനിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആയ ഫോട്ടോ, വീഡിയോ, ഓഡിയോ തുടങ്ങിയ കാറ്റഗറിയിലുള്ള റിക്കവറി ആവാൻ സാധ്യതയുള്ള ഫയലുകളുടെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കേണ്ട ഫയലുകൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ താഴെ കാണുന്ന റിക്കവറി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് റിക്കവർ ഫയലുകൾ സേവ് ചെയ്യാനുള്ള ഫോൾഡർ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അതിനായി ഇവിടെ ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണുന്ന ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ചെയ്യാം. ശേഷം ഇതിൽ താഴെ കാണുന്ന റിക്കവർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ നേരത്തെ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരും. ഇതിൽ പറയുന്നത് ഇതിലെ ഫയലുകൾ റിക്കവർ ചെയ്താൽ മാത്രം മതിയോ, അല്ലെങ്കിൽ ഇതിൽ റിക്കവർ ചെയ്യുന്ന ഫയലിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ഫയൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കാണുന്ന റിക്കവറി ഓൺലി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് റിക്കവറി ആവുന്ന പ്രോസസ്സ് കാണാം. ശേഷം റിക്കവറി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറുകൾ തനിയെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമ്മളിതിവിടെ ഓപ്പൺ ആക്കി നോക്കുന്ന നേരം ഇതുപോലെ നിരവധി ഫോൾഡറുകൾ കാണാം. ആ ഓരോ ഫോൾഡറിനുള്ളിലും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത വിവിധ പല ഫയൽ ഫോർമാറ്റിലുള്ള ഫോട്ടോ, വീഡിയോകൾ തുടങ്ങിയ ഡിലീറ്റ് ആയ നമ്മുടെ ഫയലുകൾ ഇതുപോലെ തിരിച്ചു വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും.
നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ റിക്കവറി ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഡിലീറ്റ് ആയ ഫോട്ടോ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ആയ ഫോട്ടോകൾ മറ്റു ഫയലുകളൊക്കെ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല 100% അതൊക്കെ വർക്കിങ്ങുമാണ്. ഇപ്പോൾ നമ്മൾ 339 MB ഡാറ്റ ഫയലുകളാണ് റിക്കവർ ചെയ്ത് തിരിച്ചെടുത്തത്. ഇനി 161 MB കൂടി റിക്കവർ ചെയ്യാനാകുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ഡാറ്റ ഫയലുകൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോ ഫ്രീ റിക്കവറി അവൈലബിൾ എന്ന് ഇതുപോലെ മെസ്സേജ് കാണിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ മുകളിൽ ഷെയർ ബട്ടൺ കാണും. ആ ഒരു ഷെയർ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫേസ്ബുക്ക്, ട്വിറ്റർ 2 ബട്ടൺ കാണാം. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 GB ഡാറ്റ എക്സ്ട്രാ കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1.5 GB ഫയൽ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാനാകും. അപ്പോൾ നമുക്കിവിടെ 2 GB വരെയുള്ള ഡിലീറ്റ് ആയ ഫയലുകൾ ഫ്രീ ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ 2 GB ഫയൽ കൂടുതൽ നമുക്ക് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പ്രോ ലൈസൻസ് വാങ്ങിയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ USB ഡ്രൈവിലെ SD കാർഡിൽ നിന്ന്, അതായത് മെമ്മറി കാർഡിൽ നിന്ന് ഡിലീറ്റ് ആയ ഫയലുകൾ തിരിച്ചെടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തന്നത്. ഇങ്ങനെ പെൻ ഡ്രൈവ്, SD കാർഡ്, മെമ്മറി കാർഡ്, ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ മറ്റു ഡിവൈസുകളിലെ സ്റ്റോറേജിൽ നിന്ന് ഡിലീറ്റ് ആയ എല്ലാ ഫയലുകളും നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.